നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. ഹരിത രാഷ്ട്രീയം ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് എം.എൻ. കാരശ്ശേരി. ചുരം ബദൽ റോഡ് ജനകീയ സമരജാഥയ്ക്ക് താമരശ്ശേരിയിൽ സ്വീകരണം. കൊടുവള്ളി എം.എൽ.എയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. മുതിർന്ന ബി.ജെ.പി. നേതാവ് ചേറ്റൂർ ബാലകൃഷ്ണൻ അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ഹരിത രാഷ്ട്രീയം ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും മനുഷ്യരെപ്പോലെ പൗരാവകാശം എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണെന്ന സത്യം സമൂഹം തിരിച്ചറിയണമെന്നും ലോക മുളദിനത്തിൽ എം.എൻ. കാരശ്ശേരി. മുക്കം മുളങ്കാട്ടിൽ തൈ നട്ടാണ് അദ്ദേഹം പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജീവിതോത്സവം എന്ന പദ്ധതിയുടെ ഭാഗമായി ആനയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംവദിച്ചു. ബഹുസ്വരവും VMHM HSS ആനയംകുന്നും സംയുക്തമായി മുക്കം കടവ് SK സ്മൃതി മന്ദിരത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സലാം കാരമൂല അധ്യക്ഷത വഹിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര, NSS പ്രോഗ്രാം ഓഫീസർ KC നസീറ, ഉമശ്രീ കിഴക്കുംപാട്ട്, റോയ് തോമസ്, MM ജബീല, സിഗ്നി ദേവരാജൻ, സില്ലി B കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മുക്കം വിജയൻ, MK ഫെബ്ന, റമിൽ ജാഫർ, MT അഷ്റഫ്, നടുക്കണ്ടി അബൂബക്കർ, സലീം വലിയപറമ്പ്, ധ്രുവൻ, റഫീഖ് കല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊടുവള്ളി MLA MK മുനീറിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഇന്ന് പുറത്തു വന്ന മെഡിക്കൽ ബുള്ളറ്റിനിലാണ് ആരോഗ്യനിലയിലെ പുരോഗതി വ്യക്തമാക്കുന്നത്. നിലവിൽ വെന്റിലേറ്റർ സഹായമില്ലാതെയാണ് തുടരുന്നത്. മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. അപകടകരമായ രീതിയിൽ പൊട്ടാസ്യം ലെവൽ താഴ്ന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പൊട്ടാസ്യം ലെവൽ താഴ്ന്നതിന് പിന്നാലെ ഹൃദയാഘാതവും ഉണ്ടായി. തുടർന്ന് ദിവസങ്ങളായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. താമരശ്ശേരി ചുരത്തിലെ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കിന് പരിഹാരമായ ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ നിർദ്ദിഷ്ട ചുരം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചുരം ബൈപ്പാസ് ആക്ഷൻ കമ്മിറ്റിയും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച സമരജാഥയ്ക്ക് താമരശ്ശേരിയിൽ സ്വീകരണം നൽകി. താമരശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് KVVS യൂണിറ്റ് സെക്രട്ടറി PP ഹാഫിസ് റഹ്മാൻ്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അരവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. വയനാട്ടിലേക്ക് ഏത് ഭാഗത്തു നിന്നും പുതിയ പാതകൾ നിലവിൽ വന്നാലും ചുരത്തിന് ബദലായി നിർദ്ദിഷ്ട ചിപ്പിലിത്തോട് മരുതിലാവ് ബൈപ്പാസാണ് ഏറ്റവും അനുയോജ്യമായതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MT അയ്യൂബ് ഖാൻ, PC ഹബീബ് തമ്പി, P ഉല്ലാസ് കുമാർ, ഗിരീഷ് തേവള്ളി, KV സെബാസ്റ്റ്യൻ, K സരസ്വതി, AP ചന്തു മാസ്റ്റർ, PTA ലത്തീഫ്, AK ബബീഷ്, M ബാബുമോൻ, ജാഥ ക്യാപ്റ്റൻ TR ഓമനക്കുട്ടൻ, വൈസ് ക്യാപ്റ്റൻ ജോജി T ജോയ്, VK ഹുസൻകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. BJP ദേശീയ കൗൺസിൽ അംഗവും മുതിർന്ന BJP നേതാവുമായിരുന്ന ചേറ്റൂർ ബാലകൃഷ്ണൻ അന്തരിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ, കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 2 തവണ മുക്കം ഗ്രാമപഞ്ചായത്ത് മെമ്പർ, മുക്കം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്, BSNL ഉപദേശക സമിതി അംഗം, കേരള ഗ്രാമീണ ബാങ്ക് ഡയറക്ടർ, കേന്ദ്ര സർക്കാർ വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം, ഇരട്ടക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രസിഡന്റ്, പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ PTA പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ചിരുന്നു. മലയമ്മ AUP സ്കൂളിൽ നിന്ന് വിരമിച്ചു. സംസ്കാരം കഴിഞ്ഞ ദിവസം വൈകുന്നേരം 5 മണിക്ക് അമ്പലക്കണ്ടിയിലെ വീട്ടുവളപ്പിൽ നടന്നു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.